അങ്ങനെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എത്തുന്ന പോലീസിന് ഇളയച്ചനെ കണ്ടപ്പോ ഇവിടെയോ കണ്ടൊരു പരിചയം തോന്നിയല്ലോ. ആ സംഭവം സച്ചിയുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി ഈ വിവരം രേവതിയോട് പറയുന്നുണ്ട്. രേവതിക്കും അതിൽ എന്തൊക്കെയോ സംശയം തോന്നിയിട്ട് രണ്ടുപേരും ആ പോലീസുകാരനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ എത്താണ്. എന്നിട്ട് അയാളെ വെച്ചൊരു അന്വേഷണം നടത്താൻ തന്നെ സച്ചി തീരുമാനിക്കുകയാണ്. പോലീസുകാരനെ കണ്ടിട്ട് സച്ചിയും രേവതിയും നടന്ന സംഭവങ്ങളും അവരുടെ ഉള്ളിൽ സംശയവും പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ പോലീസുകാരനും അയാളിൽ എന്തൊക്കെയോ കള്ളത്തരമുണ്ടെന്ന് തോന്നുകയാണ്. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും സംസാരത്തിൽ എന്തൊക്കെയോ പൊരുളുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാരൻ അവരെ സഹായിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അവര് ബീരാനിക്കയെ അന്വേഷിച്ച് ഇറങ്ങി തിരിക്കുകയാണ് കേട്ടോ. ഒടുവിൽ ബീരാനിക്കയുടെ കടയുടെ മുന്നിലെത്തുന്നുണ്ട്. ബീരാനിക്ക കൃത്യസമയത്ത് കടയിലുണ്ട്. പിന്നെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ടായിരിക്കാന്ന് അറിയണ്ടേ? അതിന് നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ആദ്യം തന്നെ ചന്ദ്രോദയം വീടാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും നല്ല വിഷമത്തിലാണ് കേട്ടോ. കാരണം ശ്രുതിയുടെ അച്ഛനെ കൂട്ടുകാരെല്ലാരും കൂടി ചേർന്ന് കൊന്നു എന്നാണല്ലോ ഇളയിച്ചൻ വന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിഷമത്തിലാണ് കേട്ടോ ചന്ദ്രോദയത്തിലുള്ള എല്ലാവരും. ശ്രുതിയാണെങ്കിൽ പൊട്ടി പൊട്ടി അഭിനയിച്ച് കരയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചേട്ടാ പാവം ശ്രുതിയല്ലേ, അച്ഛൻ മരിച്ചിട്ടും ഒരു നോക്ക് അവക്ക് കാണാൻ പറ്റിയില്ലല്ലോ. സത്യം പറഞ്ഞ നമ്മൾ അവളെ സംശയിക്കേണ്ടിയില്ലായിരുന്നു. എന്റെ രേവതി, നീ ഇതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണോ? സച്ചേട്ടാ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇളയച്ചൻ വന്നല്ലേ ഈ വിവരമൊക്കെ പറഞ്ഞത്. ആ ഇളയച്ചൻ തന്നെ ഒരു ഫേക്ക് ആണെന്നാ എനിക്ക് തോന്നുന്നത്. രേവതി, നീ ഇതൊന്നും വിശ്വസിക്കല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവൾ ഒരു കാര്യം സാധിച്ചെടുക്കാൻ ഏതറ്റം വേണമെങ്കിലും പോവുമെന്ന്. എന്നാലും സച്ചേട്ടാ, സ്വന്തം അച്ഛൻ മരിച്ചു പോയെന്നൊക്കെ കള്ളം പറയാൻ പറ്റുമോ? അവൾ ഒന്നാന്തരം കേടിയ രേവതി. നിനക്ക് അവൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. സച്ചേട്ടാ, സ്വന്തം അച്ഛൻ മരിച്ചെന്നൊന്നും ആരും കള്ളം പറയില്ല. പിന്നെ ശ്രുതിയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ, ഒരു മനുഷ്യന് വിഷമമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കരയാൻ പറ്റുമോ? എന്റെ രേവതി, നിന്റെ മനസ്സ് ഇത്ര ശുദ്ധമായതുകൊണ്ടാ നിനക്ക് അങ്ങനെ തോന്നുന്നത്. അവളുടെ കരച്ചിൽ കണ്ടിട്ടേ എനിക്കത് അത്ര ഒറിജിനൽ ആയിട്ട് തോന്നുന്നില്ല. രേവതി, ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. മറ്റുള്ളവരുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന ആളുകളല്ലല്ലോ നമ്മളൊന്നും. പക്ഷെ ഇവളുടെ കാര്യത്തിൽ മാത്രം ഇവൾ പറയുന്നതൊന്നും അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഇളയച്ചൻ നമ്മൾ മലേഷ്യയിൽ പോവാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ എത്തി. അതിന് പിന്നിൽ എന്തൊക്കെയോ ചതി ഇല്ലേ രേവതി? സച്ചേട്ടാ, അതിപ്പോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ നിനക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ആ ഇളയച്ചനുണ്ടല്ലോ, അങ്ങേര് ഇങ്ങോട്ട് വരുന്ന സമയത്തെ പോലീസിനെ കണ്ടപ്പോ ഇങ്ങോട്ട് കയറണോ വേണ്ടേ എന്നുള്ള മട്ടിലായിരുന്നു നിന്നത്. അതെന്തിനാണെന്നാ എനിക്കും അറിയാത്തത്. എന്തോ കള്ളന്മാര് പോലീസിനെ കണ്ട ഒന്ന് ഭയക്കില്ലേ, അതുപോലെയായിരുന്നു അയാളുടെ നിൽപ്പ്. പിന്നെ പോലീസ് അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ രണ്ടും കൽപ്പിച്ച അയാൾ ഇങ്ങോട്ട് കടന്നു വന്നത്. അത് മാത്രമല്ല, അയാളെ കണ്ടപ്പോ ആ പോലീസുകാരൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അയാൾ എവിടേക്കോ കണ്ട് പരിചയമുണ്ടെന്ന്. സച്ചേട്ടാ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ആ പോലീസുകാരൻ അയാളെ നല്ല പരിചയമുണ്ട്. പക്ഷേ അയാളുടെ രൂപസാദൃശ്യമുള്ള മറ്റാരെങ്കിലും ആണെങ്കിലും ആ പോലീസുകാരൻ കണ്ടത് അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല രേവതി. പക്ഷെ ഇയാളെ തന്നെ ആണെങ്കിലും ആ പോലീസുകാരൻ കണ്ടത്. അതൊക്കെ വീടെന്റെ രേവതി, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1-2 തവണ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഈച്ചയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈച്ച തന്നെ 2 തവണ കണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ. അന്ന് ഞാനതത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഇന്ന് ആ പോലീസുകാരനും കൂടി പറഞ്ഞപ്പോഴേ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയ രേവതി. സച്ചേട്ടനും പറഞ്ഞത് ശരിയാ, ആ പോലീസുകാരനും കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഉറപ്പായിട്ട് ഇളയച്ചനെ പോലുള്ള ഒരാൾ തന്നെയാ കണ്ടത്. പിന്നെ ഈച്ചയും പറഞ്ഞല്ലോ. ശരിയാ സച്ചേട്ടൻ പറഞ്ഞത്, ഇതിൽ എവിടേക്കോ കുഴപ്പമുണ്ട്. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇതൊക്കെ കൂട്ടി വായിച്ചിട്ട് തന്നെയാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ ഒന്നും കാണാതെ സച്ചി പറയില്ല. സച്ചേട്ടാ, ഇതൊക്കെ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കത്തില്ലല്ലോ. ഇല്ല, പ്രത്യേകിച്ച് അവളുടെ ഇളയച്ചൻ വന്ന് അവളുടെ അച്ഛനെ എല്ലാരും കൂടി കൊന്നു എന്നല്ലേ പറഞ്ഞത്. അതിന്റെ ഒരു ഷോക്കിലാ നമ്മളെ വീട്ടുകാർ. പിന്നെ രേവതി, നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് മുടക്കലാണ് അയാളുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മലേഷ്യ ചെന്നു കഴിഞ്ഞാൽ ശ്രുതിയെ അവർ കൊല്ലാനുള്ള സാധ്യതയുണ്ടെന്ന്. ശ്രുതിയുടെ ലൈഫിന് വരെ അങ്ങോട്ട് ചെല്ലുന്നത് ഭീഷണിയാണെന്നാണ് ഇളയച്ചൻ പറഞ്ഞത്. പിന്നെ സ്വത്തുക്കളൊക്കെ ചുറ്റിലുള്ളവരും തട്ടിയെടുക്കാൻ സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ പിന്നെ അവളുടെ അടുത്ത കെട്ടുകഥ അത് തന്നെയായിരിക്കും രേവതി. സ്വത്തുക്കളൊക്കെ ബാക്കിയുള്ളവർ തട്ടിയെടുത്തു. തൽക്കാലം അമ്മയെ സമാധാനിപ്പിക്കാനാ ഈ ഇളയച്ചനെന്ന് പറഞ്ഞ ഫേക്ക് വ്യക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. പക്ഷെ സച്ചേട്ടൻ പറയുന്നതൊക്കെ ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കൽ എങ്ങനെയാ? അതിന് വഴിയുണ്ട്. എന്താ വഴി സച്ചേട്ടാ? നമ്മൾ നേരെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. പോലീസ് സ്റ്റേഷനിലോട്ടോ? എന്തിന്? കേസ് കൊടുക്കാനോ? കേസ് കൊടുത്തതുകൊണ്ട് വല്ല കാര്യമുണ്ടോ രേവതി? അതൊക്കെ ഒന്നാന്തരം മണ്ടത്തരമല്ലേ. പിന്നെ എന്ത് ചെയ്യാനാ നമ്മൾ പോകുന്നത്? ഇവിടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്ന പോലീസുകാരനില്ലേ, അയാൾ നമ്മൾ ഒരിക്കൽ കൂടി അവിടെ ചെന്ന് കാണും. എന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാനാണോ? അതെ, അവിടെ ചെന്നിട്ട് ഈ ഇളയച്ചനെ കുറിച്ച് ഒന്നുകൂടെ ചോദിക്കണം. ചിലപ്പോൾ ആ പോലീസുകാരനെ ഇവിടെ നിന്ന് അയാളെക്കുറിച്ച് ആലോചിച്ച് ആരാണെന്ന് കണ്ടെത്താനുള്ള സമയം കിട്ടിക്കാണില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇന്ന് ആ പോലീസുകാരനെ പോയി കാണും. ഇളയച്ചന് മുൻപെടുത്ത ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്. അതും കൂടി അയാൾക്ക് കാണിച്ചു കൊടുക്കാം.
അയാൾ ആലോചിച്ച് സമയമെടുത്തിട്ട് ആളാരാണെന്ന് കണ്ടെത്തട്ടെ. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ പോരെ രേവതി. നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ അത് മാത്രം പോരെ. ആ, ഇവിടെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അയാളെ കണ്ടെത്താൻ പറ്റും സച്ചേട്ടാ. ആ, എന്നാ പിന്നെ സമയം കളയണ്ട. നീ ഡ്രസ്സ് മാറുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മാറ്. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്താം. ആ ശരി സച്ചേട്ടാ, എനിക്ക് സാരി ഒന്ന് മാറണം. ഞാൻ പെട്ടെന്ന് വരാം. ഇതും പറഞ്ഞുകൊണ്ട് രേവതി പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിഷമിച്ചുകൊണ്ട് കരയുന്ന ശ്രുതിയാണ് കേട്ടോ. കൂട്ടത്തിൽ ചന്ദ്രമതിയും രവിയും സുധിയും വർഷയും ശ്രീകാന്തും ഒക്കെ ഉണ്ട്. ആൻറ്റി, എനിക്കിനി എൻ്റെ അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ ആൻറ്റി. അയ്യോ മോളിങ്ങനെ വിഷമിക്കാതെ. എനിക്ക് നിന്റെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വർഷ പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി ചേച്ചി ഏതായാലും നടക്കാൻ പാടില്ലാത്തത് നടന്നില്ലേ. ചേച്ചി ഇനി അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതിരിക്കേ. എങ്ങനെയാ വർഷേ ഞാൻ വിഷമിക്കാതിരിക്കുക? എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേട്ട രവി പറയുന്നുണ്ട് കേട്ടോ, മോളെ ശ്രുതി ഇങ്ങനെ വിഷമിക്കാതിരിക്കേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞതുകൊണ്ട് മോൾക്കൊന്നും കിട്ടാനില്ല. അങ്കിളിനൊക്കെ അങ്ങനെ പറയാം. എനിക്ക് എൻ്റെ അച്ഛനെയല്ല നഷ്ടപ്പെട്ടത്. ഷോ ചന്ദ്രേ, നീ മോളെ സമാധാനിപ്പിക്കേ. രവിയേട്ട, ഞാൻ എന്തും പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? ജീവനോടെ ഇരിക്കുന്ന നല്ല മനുഷ്യൻ, കോടീശ്വരനായ മനുഷ്യൻ, എത്ര കാശുണ്ടെന്നറിയ അയാളുടെ കയ്യിൽ. എന്നിട്ട് ഒരു കാര്യമില്ല. ചുറ്റിലും നിൽക്കുന്നവരെ അയാളെ കൊന്നു കളഞ്ഞില്ലേ. ഇനി എൻ്റെ ശ്രുതിമോക്ക് കൊടുക്കാനുള്ളതൊക്കെ ആ രണ്ടാനമ്മ കൊടുക്കുവോ? മോളുടെ പേരിൽ വല്ലതും ഉണ്ടോ ആവോ? ചന്ദ്രേ, ഈ സമയത്ത് നീ ഇതാണോ സംസാരിക്കുന്നത്? ഇത് കേട്ട ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛ അമ്മ എപ്പോഴും ഇങ്ങനെയാ. അമ്മക്ക് പണം മാത്രം മതി. മനുഷ്യന്റെ വില അറിയത്തില്ല. എപ്പോഴും പണം പണം പണം, അത് മാത്രമേ അമ്മയുടെ തലയ്ക്കകത്തുള്ളൂ. അപ്പൊ വർഷ പറയുന്നുണ്ട്, അതെ ശ്രീകാന്ത് പറഞ്ഞത് ശരിയാ. ആന്റിക്ക് പണത്തോടുള്ള ആർത്തിയാ. എടി, എനിക്ക് പണത്തോടുള്ള ആർത്തിയോ? അതെ, ആന്റിക്ക് പണത്തോടുള്ള മുഴുവൻ ആർത്തിയാ. നിങ്ങൾ അല്ലേനും എന്തിനാ ഏത് സമയത്ത് പണം പണമെന്ന് വിചാരിക്കുന്നത്? അതൊക്കെ തെറ്റായ ചിന്താഗതിയാ. പണമില്ലാത്തവർക്കും ഈ ലോകത്ത് തന്നെ ജീവിക്കണം. പണം ഉണ്ടായിട്ട് തന്നെ എല്ലാവരും ജീവിക്കണം എന്നില്ല. ആന്റിക്ക് എപ്പോഴും പണത്തെക്കുറിച്ചുള്ള മാത്രം ചിന്താഗതിയാ. എടാ ശ്രീകാന്തേ, ഇവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോ? ഞാൻ വല്ലതും പറഞ്ഞ ഓവറായി പോവും. വർഷ പറഞ്ഞതിൽ എന്താ അമ്മയെ തെറ്റ്? വർഷ പറഞ്ഞതിലും ഞാൻ പറഞ്ഞതിലും ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. ഒരാള്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മരിച്ചു. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് പകരം അയാളുടെ സ്വത്തിനെ പങ്കിടുന്ന സംസാരം അമ്മയ്ക്ക്. ശ്രുതി ചേച്ചി ഇതൊന്നും കേട്ട് ശ്രുതി ചേച്ചി വിഷമിക്കണ്ട. ആന്റി ഇങ്ങനെ തന്നെയാണല്ലോ. എല്ലാരും കൂടി എനിക്ക് തിരിഞ്ഞു കൊത്തുവാണല്ലേ. ഞാനേ എനിക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞത്. ശ്രുതിക്കും ഇനിയുള്ള കാലം നല്ല രീതിയിൽ ജീവിക്കാനും കൂടിയുള്ള മാർഗമാണ് പറയുന്നത്. ഈ മലേഷ്യൻ ട്രിപ്പ് കുറച്ച് ദിവസം കൂടി മുൻപായിരുന്നെങ്കിൽ എന്തുകൊണ്ടും ശ്രുതിയുടെ അച്ഛനെ ഒന്ന് കാണായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയും രേവതിയും ഡ്രസ്സ് മാറി ഇറങ്ങാൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ താഴോട്ട് വരുന്നുണ്ട്. അച്ഛാ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. എടാ, നിങ്ങളിത് എങ്ങോട്ട് പോവാ? അത് പിന്നെ അച്ഛാ, രേവതിയുടെ വീട്ടിലൊന്ന് പോണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തിനാടാ നീ ഇപ്പൊ ഇവളുടെ വീട്ടിൽ പോകുന്നത്? അത് അമ്മേ. നിർത്ത്, എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രുതിമോളുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് അത് ആഘോഷിക്കാൻ വേണ്ടി പോവല്ലേ നിങ്ങള്? അമ്മേ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരാൾ മരിച്ചത് ഞങ്ങൾ ആഘോഷിക്കുകയോ? അപ്പോൾ ശ്രുതി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ, പിന്നെ എന്തിനു വേണ്ടിയാ നിങ്ങൾ രണ്ടുപേരും കൂടി രേവതിയുടെ വീട്ടിൽ പോകുന്നത്? എൻ്റെ അച്ഛൻ മരിച്ചെന്നുള്ള വാർത്ത പറഞ്ഞ് കൊട്ടിഘോഷിക്കാനല്ലേ? ദേ പലയിടത്തി ഞങ്ങൾ മനസ്സിൽ പോലും കരുതാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേവതിക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച കാര്യമാണ്. അത് പോവാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഉടനെ തന്നെ ഇങ്ങോട്ട് വരും. പിന്നെ മരിച്ച വിവരം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം പറയേണ്ടി വരും. ആൻറ്റി, എല്ലേനും എൻ്റെ അച്ഛനല്ലേ പോയത്. ആ വിഷമം എനിക്കല്ലേ ഉണ്ടാവൂ. മറ്റാർക്കും ആ ഒരു വിഷമം ഉണ്ടാവില്ലല്ലോ. ശ്രുതി, നിന്റെ അച്ഛൻ മരിച്ചതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. എനിക്കും രേവതിക്കും മനുഷ്യൻ്റെ മനസ്സ് തന്നെയാ. അതുകൊണ്ട് വികാരങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. നിന്റെ അച്ഛൻ മരിച്ചതിൽ ഒട്ടും വിഷമം ഇല്ലാത്തവരല്ല ഞങ്ങൾ. ഞങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിഷമമുണ്ട്. പിന്നെ ഇപ്പം പോവാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരും. അച്ഛാ, ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി, പോയിട്ട് പെട്ടെന്ന് വാ മോനെ. ഇവിടുത്തെ അവസ്ഥ നിനക്കും അറിഞ്ഞൂടെ? ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരും അച്ഛാ. എന്നാൽ പിന്നെ സമയം വൈകിക്കണ്ട, പൊയ്ക്കോ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഒരു ഓട്ടോറിക്ഷ അവിടെ വന്ന് നിൽക്കുന്നത്. സച്ചേട്ടാ, ഒരു ഓട്ടോറിക്ഷ? അതാരാ? അപ്പോഴാണ് കേട്ടോ ഓട്ടോറിക്ഷയിൽ നിന്ന് അച്ചമ്മ ഇറങ്ങുന്നത്. അച്ചമ്മയാണല്ലോ. രേവതി, അച്ചമ്മയാ? ശരിയാണല്ലോ, അച്ചമ്മ. അച്ചമ്മേ, അച്ചമ്മേൻ്റെ എവിടെ? അല്ല, അച്ചമ്മ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അതൊക്കെ വിടടാ. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ശ്രുതിയുടെ അച്ഛൻ മരിച്ചോ? ഓ, അത് ശരി. അച്ചമ്മ ഈ വിവരം അറിഞ്ഞോ? അറിഞ്ഞതുകൊണ്ടല്ലടാ എൻ്റെ കൈ കിട്ടിയത് എടുത്ത് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. അത് പിന്നെ അച്ചമ്മേ,
പാറേട്ടത്തിയുടെ അച്ഛൻ മരിച്ചിട്ട് 2 ആഴ്ചയോളമായി. 2 ആഴ്ചയോ? അപ്പൊ ശ്രുതിക്ക് എന്നെ കാണാൻ പറ്റില്ലേ? ഇല്ല അച്ഛമ്മേ, അങ്ങേര് മലേഷ്യയിലല്ലേ. അല്ല, ശ്രുതിമോളുടെ അച്ഛൻ്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞിട്ട് 1 ആഴ്ചയായെന്നാ പറഞ്ഞത് ഇളയച്ചൻ. ഷോ, എന്തൊരു വിധി ആ കുട്ടിക്ക്. ആകെപ്പാടെ പറയാൻ അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി അച്ഛനെ കണ്ടതുമില്ല. പാവം, ഇപ്പോൾ ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ അദ്ദേഹത്തെ കൊണ്ടുപോയില്ലേ ദൈവം. ദൈവം കൊണ്ടുപോയതല്ല അച്ഛമ്മേ, ചിലരൊക്കെ കൂടി ചേർന്ന് അദ്ദേഹത്തെ കൊന്നതാ. കൊന്നതോ? അതെ അച്ഛമ്മേ, പാറേട്ടത്തിയുടെ അച്ഛൻ്റെ കുറച്ച് ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ആദ്യം ചതിച്ചതാ ബിസിനസ് തകരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തന്ത്രപൂർവ്വം ജയിലിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കൊല്ലുമായിരുന്നു എന്നാ ഇളയച്ചൻ പറഞ്ഞത്. ശോ, അപ്പം അദ്ദേഹത്തെ കൊന്നതാണല്ലേ? അതെ. ശോ, പാവം ശ്രുതിമോള്. ഞാനൊന്ന് ചെന്ന് ശ്രുതിമോളെ കാണട്ടെ. ഇതും പറഞ്ഞ അച്ഛമ്മ അകത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയെ കണ്ട പാടെ തന്നെ രവി പറയുന്നുണ്ട്, ആ അമ്മേ, മോളെ ശ്രുതി. ആ അച്ഛമ്മേ. അയ്യോ, മോൾ ഒരുപാട് കരഞ്ഞെന്ന് തോന്നുന്നു. അച്ഛമ്മേ, എൻ്റെ അച്ഛൻ. മോളെ പോട്ടെ, വിഷമിക്കാതെ. മോളിങ്ങനെ കരയില്ലേ? ഇത് കണ്ടിട്ട് അച്ഛമ്മയ്ക്ക് വിഷമാവുന്നു. എടാ രവി, നിങ്ങൾ ഇതേക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ലേ? അമ്മേ, മലേഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ അന്വേഷിച്ചറിയാനാ? നീ അല്ലേടാ പറഞ്ഞത് മലേഷ്യ പോകുന്നുണ്ടെന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്നില്ലേ? അപ്പോഴാണെങ്കിൽ ഒരു ദയം കാണിക്കാതെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാ? അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അച്ഛൻ മരിച്ചില്ലേ? എന്നാ ഈ സംസാരം കേട്ടപ്പോൾ കലാവതി അച്ഛമ്മയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ. ചന്ദ്രമതിയുടെ മുഖത്തോട്ട് തുറിച്ചൊന്ന് നോക്കുന്നുണ്ട്. ഇത് കണ്ട് ചന്ദ്രമതി മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ഓ, ഇവരാരെ ഇങ്ങോട്ട് കുറ്റിയും പറിച്ചിളക്കിയത്. ഷോ, ഇനി ഒരു സമാധാനവും തരത്തില്ല. ഇന്ന് തന്നെ പോവുകയാകൂ. മോനെ രവി, നീ വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എനിക്കവിടെ നിന്നിട്ട് ഒരു നിൽക്കിപ്പുറതി ഇല്ലായിരുന്നു. ഞാൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു. അമ്മേ, ഇങ്ങനൊരു വിവരം അറിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാ അമ്മയോട് പറയാതിരിക്കാൻ പറ്റുക? ഒരിക്കലുമില്ല. നീ അത് എന്നോട് എത്രയും പെട്ടെന്ന് പറഞ്ഞത് നന്നായി. അതുകൊണ്ട് എനിക്ക് ശ്രുതിമോളെ വന്നൊന്ന് കാണാൻ പറ്റിയല്ലോ. മോളെ വിഷമിക്കാതെ. അച്ഛമ്മേ, എങ്ങനെ ഞാൻ വിഷമിക്കാതിരിക്കും അച്ഛമ്മേ? പോട്ടെ മോളെ, കുറേ പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ മനുഷ്യൻ്റെ അവസ്ഥ. ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ലല്ലോ മോളെ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, നീ ഇങ്ങനെ കരഞ്ഞ് ആ കണ്ണിനെ വെള്ളം വറ്റിക്കല്ലേ ശ്രുതി. ഇത് കേട്ടപ്പോൾ ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാനേ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല ശ്രുതി. നീ ഇങ്ങനെ കരഞ്ഞ് നിനക്ക് വല്ലത് സംഭവിക്കില്ലേ? അതാലോചിച്ച് വിഷമിച്ച് പറഞ്ഞതാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. അച്ഛമ്മേ. എന്താ സച്ചി? അച്ഛമ്മേ, ഞങ്ങളൊന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. എങ്ങോട്ടേക്കാ പോകുന്നേ? രേവതിയുടെ വീട്ടിലോട്ടാ. ശരി. അച്ഛമ്മ ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞേ പോകുന്നുള്ളൂ. അല്ല, അമ്മ പോകുന്നില്ലേ? എന്താ ചന്ദ്രേ, നിനക്കെന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞയക്കണോ? അതുകൊണ്ടല്ല, അമ്മയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ അല്ലേ അവിടെ. ഒരൊറ്റ ദിവസം അമ്മ ഇല്ലാഞ്ഞാൽ തന്നെ അതൊക്കെ അവതാളത്തിലാവില്ലേ? കൃഷിയൊക്കെ വാടിപ്പോവില്ലേ? പൊയ്ക്കോട്ടെ, വാടിപ്പോയിന്ന് കരുതിയിട്ട് എന്താ കുഴപ്പം? വാടിയതൊക്കെ പിന്നെയും നന്നാക്കിയെടുക്കാം, ഇല്ലെങ്കിൽ വേറെ നടാം. പക്ഷേ ശ്രുതിമോളുടെ അവസ്ഥ അതാണോ? മോളെ സമാധാനിപ്പിക്കാൻ ഞാൻ 2 ദിവസം ഇവിടെ നിന്നേ പറ്റൂ. അച്ഛമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛമ്മേ. അച്ഛമ്മ പോകുന്നെങ്കിൽ പൊയ്ക്കോ. അത് പറഞ്ഞാൽ പറ്റില്ല. മോൾ അങ്ങനെയൊക്കെ പറയും. എന്നാലും ഞാൻ ഇവിടെ നിൽക്കും. അപ്പം ചന്ദ്രമതി മനസ്സിൽ കരുതുന്നുണ്ട്, ശോ, ഇനി ഈ കിളവി ഇവിടെ നിന്നാൽ അതും എനിക്ക് തലവേദനയാ. അച്ഛമ്മേ, എന്നാൽ പിന്നെ ഞാനും രേവതിയും പോട്ടെ. ശരി, പോയിട്ട് പെട്ടെന്ന് വാ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് രേവതിയും സച്ചിയും കാറിൽ യാത്ര ചെയ്യുന്നതാണ്. സച്ചേട്ടാ, പാവ അച്ഛമ്മ ഈ വിവരം അറിഞ്ഞപ്പോൾ ആ ദൂരെ നിന്ന് ഓടി ഇവിടെ എത്തി. അച്ഛമ്മ ഇങ്ങനെയാ, ആർക്ക് എന്ത് വിഷമം വന്നാലും ഓടി അവിടെ എത്തും. അവരെ കഴിയുന്ന പരമാവധി വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കും. അമ്മയുടെ അവസ്ഥ പ്രത്യേകിച്ച് അച്ഛമ്മയ്ക്ക് അറിയുന്നതുകൊണ്ട് അച്ഛമ്മ ഓടി ഇങ്ങോട്ടെത്തും. പലതും പറഞ്ഞ് പാർലറെടുത്തി വിഷമിപ്പിക്കുന്ന അച്ഛമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛൻ അച്ഛമ്മയെ വിളിച്ചു വരുത്തിയത്. അതെ. അല്ല സച്ചേട്ടാ, ആ പോലീസുകാരൻ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുമോ? എന്തോ അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ ചെന്നൊന്ന് അന്വേഷിച്ച് നോക്കാം. ശരിയാ. അങ്ങനെ സച്ചിയും രേവതിയും പോലീസ് സ്റ്റേഷനിലോട്ട് വണ്ടി കയറ്റുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 പേരും കാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറുകയാണ്. അപ്പം തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് വേണം? സാറെ കാണാനാണോ? സാർ അല്പം തിരക്കിലാ. ഒരു കാര്യം ചെയ്യൂ, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരൂ. അയ്യോ, ഞങ്ങൾ സാറെ കാണാനല്ല. പിന്നെ ഇവിടുന്ന് പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകാറുള്ള രാകേഷ് സാറില്ലേ? ഉണ്ട്. അദ്ദേഹം അകത്തുണ്ട്. ഉണ്ടല്ലേ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആയിരുന്നു ഒന്ന് കാണേണ്ടത്. എന്തുപറ്റി? പാസ്പോർട്ട് വെരിഫിക്കേഷന് കറക്റ്റ് ആയില്ലേ? ആയി. പക്ഷേ ഞങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാ. ഓ, അത് ശരി.
എന്നാ ഒരു കാര്യം ചെയ്യ്, ദേ ആ കാണുന്ന റൂമിലോട്ട് പൊയ്ക്കോ, അതിനകത്തുണ്ട് സാറ്. ഓ ശരി സാർ, വളരെ ഉപകാരം. ശരി ശരി. രേവതി നീ വാ. അങ്ങനെ രേവതിയെയും കൂട്ടിക്കൊണ്ട് ആ മുറിയിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ആ മുറിക്കകത്തോട്ട് ചെന്നതും അവിടെ തന്നെ ആ പോലീസുകാരെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. സച്ചേട്ടാ സച്ചേട്ടാ, ദേ ആ പോലീസുകാരനല്ലേ? അയാള് തന്നെ, വാ രേവതി. ഇതും പറഞ്ഞവർ രണ്ടുപേരും ആ പോലീസുകാരൻ്റെ അടുത്തോട്ട് ചെല്ലാണ് കേട്ടോ. സർ സർ, ഞാൻ സച്ചി, ഇത് രേവതി, എൻ്റെ വൈഫാ. നിങ്ങൾ എവിടെയോ? സാർ എവിടെയോ അല്ല, ഇന്ന് പാസ്പോർട്ട് വെരിഫിക്കേഷൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെയും രേവതിയുടെയും ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പാസ്പോർട്ട് വെരിഫിക്കേഷൻ ചെയ്ത സാറല്ലേ? ഇപ്പം മനസ്സിലായി. അല്ല, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നില്ലേ? സാറ് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു, അത് അപ്രൂവ് ആയും ചെയ്തു. പിന്നെന്താ? അത് പിന്നെ സാർ, ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വന്നതാ. വേറെ ആവശ്യത്തിനോ? വേറെന്താ ആവശ്യം? സാറ് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് തിരിച്ചു പോയത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് ഒരു തടിച്ചിട്ട് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഒരാൾ അകത്തോട്ട് കയറി വരുന്നത് ഓർക്കുന്നുണ്ടോ? ഇന്ന് നടന്ന സംഭവമല്ലേ, അത് ഓർമ്മയില്ലാതിരിക്കോ? ഞാൻ പുറത്തോട്ട് വരുന്ന സമയത്ത് ഒരാൾ അകത്തോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അത് തന്നെ. അദ്ദേഹത്തെ കണ്ടപ്പോൾ സാർ പറഞ്ഞില്ലേ സാറിന് എവിടെയോ പരിചയമുണ്ടെന്ന്? ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് കഥ കിട്ടേണ്ടത്. സാർ അദ്ദേഹത്തെ എവിടെയാ കണ്ടത്? അത് പിന്നെ അയാൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കില്ലെന്നാണല്ലോ നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞത്. പിന്നെ വന്നയാൾ മലേഷ്യക്കാരനാണെന്ന്. സർ, പറഞ്ഞതിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെന്നോ? അതെ സാർ, അയാൾ ഒരു വ്യാജനാണെന്ന് എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് സംശയമുണ്ട്. എന്നാ പിന്നെ അയാൾ വ്യാജനാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തണ്ടേ? അതെ സാർ, അത് കണ്ടെത്തണം. അതിനുവേണ്ടിയാ ഞങ്ങളിപ്പോൾ സാറിൻ്റെ അടുത്തോട്ട് വന്നത്. എൻ്റെ അടുത്തോട്ട് വന്നതുകൊണ്ട് എന്താ കാര്യം? സാർ ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, നല്ല മുഖപരിചയമുണ്ടെന്ന്. അതെ, ഞാൻ പറഞ്ഞു. അയാളെ കണ്ടിട്ട് എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സാർ ഒന്ന് ആലോചിച്ച് നോക്ക്, അയാൾ എവിടെയായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക? അത് പിന്നെ ഞാൻ പുറത്തെവിടെയോ വെച്ചാ കണ്ടത്. എനിക്ക് തോന്നുന്നത് ഞാൻ അയാളെ ഇടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്നാ. സർ, ഒന്നുകൂടി ഡീപ്പായിട്ട് ആലോചിച്ച് നോക്കി, അപ്പം കിട്ടാൻ മതിയായിരിക്കും. അതെ, എൻ്റെ തല റോബോട്ടൊന്നും അല്ല. എന്നാലും എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയുക, അയാൾ ഇവിടെ എവിടേക്കോ തന്നെയുള്ള ആളാ, ആ കാര്യം ഉറപ്പാ. പിന്നെ അവിടെ കണ്ട വ്യക്തി ഇയാളുമായിട്ട് മുഖസാദൃശ്യം ഉണ്ടോന്നൊന്നും അതൊന്നും എനിക്കറിയില്ല. സാർ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്ക്, സാറിന് കിട്ടും അയാൾ എവിടെയായിരിക്കും കണ്ടതെന്ന്. സാറിന് വേറൊരു കാര്യമായോ? ഇതെൻ്റെ ഭാര്യ. അത് നീ നേരത്തെ പറഞ്ഞല്ലോ. അയ്യോ അതല്ലേ സാർ, എൻ്റെ ഭാര്യ ഇതിനു മുമ്പ് അയാളെ 2 തവണ പുറമെ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അയാൾ മലേഷ്യക്കാരനാണെന്നാ നമ്മുടെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അയാൾ ശരിക്കും ആരാ? അത് പിന്നെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ ഇളയച്ചനാ. അവൾ വലിയ മലേഷ്യക്കാരിയാണെന്നാ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവൾ പറയുന്നതൊക്കെ കൂട്ടി വായിച്ചിട്ട് അവൾ ഒരു മലേഷ്യക്കാരിയല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? പറയാം സാർ, അവളെക്കുറിച്ച് സാർ എല്ലാം അറിയണം. എന്നിട്ട് സാർ ഞങ്ങളുടെ കൂടെ നിൽക്കുകയില്ലെന്ന് പറ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെയൊന്നും സൗണ്ട് കാണിക്കുന്നില്ല. എല്ലാം കട്ട് ചെയ്തിട്ട് സച്ചി ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പറയുന്നത് കാണിക്കുന്നുണ്ട്. എല്ലാം കേട്ടതിന് ശേഷം ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഷോ ഇത്രയ്ക്കും വലിയൊരു കള്ളിയോ? അതെ സാർ, ഞങ്ങൾക്ക് അതിൻ്റെ വാസ്തവം കണ്ടെത്തണം. ഒരു സിനിമയെ വെല്ലുന്ന കഥ കേട്ട പോലെ തോന്നുക. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ തോന്നുമോ? ഇതല്ല സാറേ, ഇതിനങ്ങേപ്പുറം അവൾ ചെയ്യും. സാറേ, ഒന്നുകൂടി ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയേ, സാറിന് എവിടെയെങ്കിലും പരിചയമുണ്ടോന്ന്? ഞാൻ പറഞ്ഞല്ലോ സച്ചി, എനിക്ക് എത്ര ഓർത്തിട്ടും അയാൾ എവിടെയാ കണ്ടേന്ന് ഓർമ്മ കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് വെച്ച് പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ സാറിലായിരുന്നു. ഇപ്പം ആ പ്രതീക്ഷയും കെട്ടണിഞ്ഞു. അയ്യോ, നിങ്ങൾ ആ പ്രതീക്ഷ കെട്ടണിക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അയാളുടെ ഫോട്ടോയോ മറ്റോ ഫോണിലുണ്ടോ? ഉണ്ട് സാർ, ഒരു ഫോട്ടോയുണ്ട്. എന്നാ ആ ഫോട്ടോ ഒന്ന് എടുക്ക്, ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കട്ടെ. ശരി സാർ. രേവതി, ആ ഫോട്ടോ എടുത്തേ. അങ്ങനെ രേവതി ആണെങ്കിൽ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സർ, ഇതാണ് ഇളയച്ചൻ. എവിടെ നോക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ സൂം ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇയാളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അയാൾ അവിടെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്, ഞാൻ ഇടയ്ക്കൊക്കെ കാണുന്നൊരു മുഖം പോലെ. പക്ഷേ എവിടെയാണെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അയാളുടെ ജോലി എന്താണെന്ന് അറിയോ? ബിസിനസ്സാണെന്നാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത്. ബിസിനസ്സോ? എന്ത് ബിസിനസ്? അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പലതരം ബിസിനസ് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. സച്ചേട്ടാ. എന്താ രേവതി? ഇടയ്ക്ക് അയാൾ ഇറച്ചി വെട്ടുന്ന കാര്യം പറയാറില്ലായിരുന്നോ? വെട്ടി തൂക്കി കൊടുക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ? സാറേ, അയാൾ ഇടയ്ക്ക് എപ്പോഴും പറയുന്ന വാക്കാ
വെട്ടി തൂക്കി കൊടുക്കുമെന്ന്. ഇറച്ചി വിട്ടാണോ അയാളുടെ പണിയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒന്നുകൂടി പറഞ്ഞേ. ഇറച്ചി വിട്ടാണോ അയാളുടെ പണിയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ മനസ്സിലായി. എന്താ സാറേ പറയ്, എവിടെയാ കണ്ടത്? അയാളെ ഞാൻ എവിടെയാ കണ്ടതെന്നറിയോ? എവിടെയാ സാർ? സാറിന് ഓർമ്മ വന്നോ? ഓർമ്മ വന്നു. ഇറച്ചിക്കടയിൽ. അയാളെ സ്ഥിരമായിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്നാണ് കാണാറുള്ളത്. അയാൾ ആടിനെയും ചിക്കനെയും ഒക്കെ വെട്ടി നുറുക്കി കൊടുക്കുന്ന പണിയാ. കശാപ്പുകാരൻ. രേവതി, അവസാനം നമ്മൾ അന്വേഷിച്ചത് കിട്ടി. അയാൾ ഒരു കശാപ്പുകാരൻ തന്നെയാ. അല്ലെങ്കിൽ അയാളുടെ വായിന്ന് ഏത് സമയത്ത് അങ്ങനെയുള്ള സംസാരം വല്ലതും വരുമോ? രേവതി, അയാൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇന്ന് എന്നെ കൊടുത്തു തീർത്തില്ലെങ്കിൽ നാളേക്കത് കൊള്ളത്തില്ലെന്ന്. ഓർമ്മയുണ്ട്. അതിനർത്ഥം എന്താ? അയാൾ ഇറച്ചിയാണ് വെട്ടിക്കൊടുക്കുന്നതെന്ന് ഉറപ്പ്. സച്ചേട്ടാ, ഇപ്പൊ ഉറപ്പായി അയാൾ തന്നെ ഇതിന് പിന്നിൽ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ ഇത്. എനിക്ക് ഉറപ്പുണ്ട്, 100% ഉറപ്പ്. സർ, എന്നാ പിന്നെ ഞങ്ങൾക്ക് ആ കടയൊന്ന് കാണിച്ചു തരാമോ? അതിനെന്താ, ഇപ്പൊ തന്നെ പോവാം. നിങ്ങൾ നടക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരനും കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതി ആണെങ്കിൽ സച്ചിയുടെ കാറിന്റെ പിന്നിലാണ് ഇരിക്കുന്നത്. ആ പോലീസുകാരൻ മുന്നിൽ ഇരിക്കുന്നുണ്ട്. സാറേ, ഇവിടെ അടുത്തുള്ള മാർക്കറ്റാണോ? ഇവിടെ അടുത്തുള്ള മാർക്കറ്റല്ല. ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ പോകണം. ഫേമസ് ആയ മാർക്കറ്റാ. അവിടുത്തെ ഇറച്ചിക്കൊക്കെ നല്ല സോഫ്റ്റാ. എല്ലാവരും അധികവും അവിടുന്ന് ചിക്കൻ മേടിച്ചുണ്ടാവാറ്. ചിക്കൻ മാത്രമല്ല, മട്ടനും നല്ല അടിപൊളി മട്ടൻ കിട്ടും. അത് അയാളുടെ കടയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് തന്നെ ആയിരിക്കും, അയാളുടെ കടയാണെന്ന് ഉറപ്പായിരിക്കും സാറേ. അതെ. ഓക്കെ, അങ്ങനെ കുറേ സമയം യാത്ര ചെയ്തതിനു ശേഷം അവർ ആ സ്ഥലത്ത് എത്തുന്നുണ്ട് കേട്ടോ. സച്ചി, ദേ ഈ കാണുന്ന മാർക്കറ്റ് തന്നെയാ. ദേ അകത്തോട്ട് കയറി ലെഫ്റ്റ് ഉള്ളത് തന്നെയാ അയാളുടെ കട. ശരി സാർ. ഇവിടെ നിർത്തിയാൽ പോരെ? ഇവിടെ നിർത്തിയാൽ മതി. അകത്തോട്ട് ചെല്ലുന്നത് കാണണ്ട. കണ്ടാ ചിലപ്പോൾ അയാൾ ഓടിക്കളയും. അതുകൊണ്ട് ഇവിടെ കാർ ഒതുക്കിയിട്ട് നമുക്ക് അകത്തോട്ട് ചെല്ലാം. അതാ നല്ലത്. സച്ചേട്ടാ. എന്താ രേവതി? ഇതിനു മുമ്പ് ലക്ഷ്മി ചേച്ചിയുടെ കൂടെ ഞാൻ ഇവിടെയാ ചിക്കൻ വാങ്ങിക്കാൻ വന്നത്. നമുക്ക് പുതിയൊരു ഓർഡർ കിട്ടിയില്ലേ? അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബിരിയാണി വെച്ചില്ലായിരുന്നോ? അതിനു വേണ്ടി ചിക്കൻ ഞാൻ ഇവിടുന്നാ വാങ്ങിച്ചത്. അന്ന് നീ പറഞ്ഞത് ഇവിടുന്നായിരുന്നു അല്ലേ? അതെ, ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടുമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അത് ശരി, അപ്പം അയാളുടെ കടയായിരുന്നു അല്ലേ ഇത്? അതെ. സച്ചിട്ട, ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഇവിടെ വന്ന സമയത്ത് അയാൾ മുഖം മറിച്ചിട്ടായിരുന്നു നിന്നത്. അന്ന് എനിക്ക് അയാളിൽ നല്ല സംശയം തോന്നിയതാ. അപ്പം പിന്നെ ഉറപ്പിക്കാം ഇത് അയാൾ തന്നെയാണെന്ന്. രേവതി, ഇന്ന് അയാളെ രണ്ടിലൊന്ന് കാണിച്ചു കൊടുക്കണം. സാറ് വാ, നമുക്ക് അയാളെ പോയി പിടിക്കാം. വാ നടക്ക്. ഇതും പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും സാറും കൂടി അകത്തോട്ട് ചെല്ലാൻ കേട്ടോ. എന്നാ വരുന്നത് തന്നെ കുറച്ച് ദൂരെ ഇന്നിട്ട് ബീരാൻ കാണുന്നുണ്ട്. ബീരാനാണെങ്കിൽ ഇറച്ചി നുറുക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. പെട്ടെന്ന് രേവതിയെ കാണുന്നുണ്ട്. രേവതിയാണല്ലോ ഇത്. അയ്യോ, രേവതി സച്ചിയല്ലേ ഇത്? കൂടെ ഒരു പോലീസുകാരൻ. അയ്യോ, സത്യം വല്ലതും ഇവരറിഞ്ഞോ? എന്നെ കെട്ടിപ്പൂട്ടാനായിരിക്കാം വന്നത്. ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. അയ്യോ, ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമോ? അയ്യോ, ഈ കലാകാരനെ ജയിലിൽ കിടത്തുമോ? അയ്യോ, ഈ കത്തി സച്ചിയുടെ കൈ കിട്ടിയ അവനെന്നെ വെട്ടി നോർക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്താണ് സച്ചി അയാളെ കാണുന്നത് കേട്ടോ. സാറേ, ദേ അയാള് ഇളയച്ച പോടാ, ഞാൻ നിന്റെ ഇളയച്ചനൊന്നുമല്ല. ഇതും പറഞ്ഞുകൊണ്ട് കിട്ടിയ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കാൻ കേട്ടോ. സച്ചിമാ സാറും പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും കുറേ ഓടിയിട്ടും അയാളെ കാണുന്നില്ല. കാരണം അയാൾക്കറിയുന്ന ഒരു വീട്ടിൽ അയാൾ കയറി ഒളിച്ചു നിൽക്കുകയാണ്. അയ്യോ, ഈ വീട്ടിലോട്ടൊന്നും ആ സച്ചിയും അയാൾ വരാതിരുന്നാൽ മതിയായിരുന്നു. എന്നെ ഇവിടുന്ന് കണ്ട് അത് പ്രശ്നമാവുമല്ലോ. അയ്യോ സാറേ, ഒരുപാട് അന്വേഷിച്ചു. അയാൾ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് സാറേ. പെട്ടെന്നൊന്നും കണ്ടെത്താന്നുള്ളത് എളുപ്പമല്ല. നീ വിഷമിക്കണ്ട സച്ചി, ഇതൊരു അന്വേഷണം ഞാൻ നടത്തിക്കാം. അവന് കുറേ കാലം ഇങ്ങനെ ഒളിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഈ കട തുറന്നാലല്ലേ അവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങൂ. അവൻ്റെ കാര്യം ഞാൻ കാണിച്ചു കൊടുക്കാം. രേവതി, അയാൾ കിട്ടിയില്ലേ രേവതി? എന്തൊരു കഷ്ടമാണ് നോക്കണേ. എന്തായാലും അത് അയാൾ തന്നെയാണെന്ന് ഉറപ്പാ. രേവതി, ഞാനൊരു മിന്നായം പോലെ അയാളെ കണ്ടുള്ളൂ. അതിന് വിഷമിക്കേണ്ട സച്ചേട്ടാ. നമുക്ക് അയാളുടെ ഫോട്ടോ ഉണ്ടല്ലോ, അത് വെച്ച് ലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചു നോക്കാം. അയാൾ തന്നെയാണ് ഇറച്ചിക്കടയിലെ ആളെന്ന്. അത് നീ പറഞ്ഞത് ശരിയാ. രേവതി, സാറേ നിങ്ങൾ കയറ്, നമുക്കൊരാളെ ചെന്ന് കാണണം. അങ്ങനെ അവർ വണ്ടി കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ലക്ഷ്മിയുടെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. ആ സമയത്ത് പോലീസ് ഇല്ല കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാര്? സച്ചിൻ രേവതിയോ? എന്താ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത്? അത് പിന്നെ ചേച്ചി, ഞങ്ങൾക്കൊരു അത്യാവശ്യമുണ്ട്. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല. ദേ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ചേച്ചിക്ക് അറിയില്ലേ? ഇറച്ചിക്കടയിലുള്ള വ്യക്തി ഇയാളാണെന്നൊന്ന് നോക്കിയേ. ഏത് ഇറച്ചിക്കട? നമ്മളന്ന് ചിക്കൻ വാങ്ങിക്കാൻ പോയില്ലേ, ആ ഇറച്ചിക്കടയിലുള്ള വ്യക്തി. എവിടെ നോക്കട്ടെ. ഇത് തന്നെ.
ഇതാണ് അവിടുത്തെ ബീരാനിക്ക. ഏ, ബീരാനിക്കയോ? അതെ, ഇയാളുടെ പേര് ബീരാനെന്നാ. ഓ, അപ്പോൾ അയാൾ തന്നെയാണെന്ന് ഉറപ്പാ രേവതി. എന്താ പ്രശ്നം? അതൊക്കെ ചേച്ചി ഞാൻ വിളിക്കുമ്പോൾ പറയാം. കുഴപ്പമൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ വിളിക്കുമ്പോൾ പറയാം. സച്ചേട്ടാ വാ നമുക്ക് പോവാം. ശരി രേവതി. അങ്ങനെ അവിടുന്ന് സച്ചിയും രേവതിയും പോകുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇളയിച്ച മീരയ്ക്ക് വിളിക്കുന്നതാണ്. പെട്ടെന്ന് മീര ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ബീരാനിക്ക. ബീരാനിക്ക, ദേ നിന്നെ അവിടെ വന്ന് കൊല്ലും മീരേ ഞാൻ. എന്താ ബീരാനിക്ക? ഹെടി, എന്നെ ഇന്ന് അന്വേഷിച്ച സച്ചിയും പോലീസുകാരനും രേവതി ഇവിടെ വന്നു. എവിടെ? എൻ്റെ ഇറച്ചി വെട്ടുന്ന കടയിൽ. ഒരു സ്വസ്ഥതയും സമാധാനം എനിക്ക് കിട്ടുന്നില്ല മീരേ. അയ്യോ, അവരെന്തിനാ അങ്ങോട്ട് വന്നത്? അതെന്നോടാണ് ചോദിക്കുന്നത്. അയ്യോ, നിങ്ങൾ എന്നിട്ട് അവർക്ക് പിടികൊടുത്തോ? ഇല്ല. പോലീസുകാർക്ക് എന്താ അവരുടെ കൂടെ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ മീരേ. അവരെന്നെ കണ്ടെത്താൻ തന്നെയാ വന്നത്. എന്തായാലും അവരെന്നെ ഒരു നോട്ടം കണ്ടു കഴിഞ്ഞു. എന്നെ എന്തായാലും പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. നീയേ മറ്റവളോട് കരുതിയിരിക്കാൻ പറഞ്ഞു. അവക്കുള്ള 8 പണി ആ സച്ചി കൊണ്ടുവരുന്നുണ്ടെന്ന്. ഷോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ ബീരാനിക്ക, ഞാനേ ശ്രുതിയെ വിളിച്ച് വിവരമൊന്നും പറയട്ടെ. എന്തെങ്കിലും ചെയ്യ്. മനുഷ്യനിവിടെ സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ല. മര്യാദയ്ക്ക് അവളോട് സത്യമൊക്കെ വീട്ടിൽ തുറന്ന് പറയാൻ പറ, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശരി ബീരാനിക്ക് വെക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് നേരെ മീര വിളിക്കാൻ കേട്ടോ. ഹലോ മീരേ. എടി, നിന്റെ അഭിനയം ഒന്ന് നിർത്ത്, എന്നിട്ടൊന്ന് മാറി നിൽക്ക്. എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. എന്തു പറ്റി? ദേ ശ്രുതി, നീ നിന്റെ അഭിനയം നിർത്തിക്കോ. എന്താടി, എന്താ പറ്റിയത്? എനിക്കിവിടെ അഭിനയിക്കണ്ടേ പിന്നെ? ശ്രുതി, നീ അങ്ങനെ കരഞ്ഞ് സന്തോഷിക്കണ്ട. നീ അറിയാത്ത വലിയൊരു പ്രശ്നം നിനക്ക് പിന്നിൽ ഇനി വരുന്നുണ്ട്. എന്ത് പ്രശ്നം? എടി, ആ ബീരാനിക്കയെ സച്ചിയും രേവതിയും കണ്ടെത്തി. ഒരു പോലീസുകാരനെയും കൂട്ടി ഇന്ന് ബീരാനിക്കയെ കാണാൻ ഇറച്ചി വെട്ടുന്ന കടയിൽ ചെന്നിരുന്നു. എന്തൊക്കെ നീ പറയുന്നത് മീരെ? അതെ, ആ സച്ചി രണ്ടും കൽപ്പിച്ച നിന്നെ അവൻ പൂട്ടിയിരിക്കും മോളെ. എങ്ങനെയെങ്കിലും സത്യം എല്ലാവരോടും തുറന്നു പറഞ്ഞു. അതായിരിക്കും നിനക്ക് നല്ലത്. ഇനിയും ഇങ്ങനെ മുന്നോട്ട് കള്ളം പറഞ്ഞു പോയാലുണ്ടല്ലോ, നീ പിടിക്കപ്പെടും മോളെ. ദേ, ആ ബീരാനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്ത്. പാവ ആ മനുഷ്യൻ, അയാളെയും കൂടി ഞാൻ ചാടിച്ചു ഇതില്. അയ്യോ, ഒന്നിനു പുറമെ ഓരോ പ്രശ്നങ്ങളാണല്ലോ മീരെ. ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊക്കെ നീ വരുത്തി വെച്ചതല്ലേ. ഞാനിനി എന്താ ചെയ്യാം? അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തെങ്കിലും ചെയ്യ്. ഷോ, എനിക്കിപ്പോൾ മനസ്സമാധാനം ഇല്ലാതായി. ഇതും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് മീര. ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കാണ്. ഇനി അടുത്തപടി വണ്ടിയും വിളിച്ച് പിന്നാലെ തന്നെ വരുന്നുണ്ട്. പിന്നാലെ വന്നിട്ട് ശ്രുതി ഒന്ന് പിന്നിൽ വന്ന് കൈവെക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഞെട്ടുന്നുണ്ട് ശ്രുതി. എന്താ ശ്രുതി? അല്ല, നീ ഓക്കെ ആണോന്ന്? എന്തോക്കെ? മാറിക്ക്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.